നീറ്റ് 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ബയോളജി പാർട്ടിൽ 360 ഔട്ട് ഓഫ് 360 മാർക്ക് വാങ്ങി നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ചില ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലധികമായി ഇന്ത്യയിലെ തന്നെ പ്രീമിയം മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിലായി വർക്ക് ചെയ്തു വരുന്ന ഒരു ബയോളജി അധ്യാപകനാണ് ഞാൻ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ടാസ്ക് കൂടി നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ NCERT ബയോളജി NCERT പ്രിപ്പറേഷൻ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ആണ്. നിർബന്ധമായും അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ ലഭിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു 4-5 വർഷം മുമ്പുള്ള നീറ്റ് എക്സാമിന്റെ പേപ്പർ എടുത്ത് ഇപ്പോൾ ഉള്ള നീറ്റ് ബയോളജി പേപ്പറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു വ്യത്യാസം കാണാൻ കഴിയും. ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് CBSE ഓൾ ഇന്ത്യ നീറ്റ് ലെവൽ എക്സാം നടത്തിയിരുന്ന സമയത്ത്, അതായത് AIPMT ഓൾ ഇന്ത്യ നീറ്റ് എക്സാം നടത്തിയിരുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ബയോളജി ക്വസ്റ്റ്യൻസും വന്നിരുന്നത് ഡയറക്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികവും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പേപ്പർ വളരെ എളുപ്പമാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് CBSE ഈ ഒരു പേപ്പർ ടഫാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുറച്ച് ക്വസ്റ്റ്യൻസ് NCERTയിൽ ഇല്ലാത്ത കൺസെപ്റ്റ് ഈ പേപ്പറിൽ ആഡ് ചെയ്തിട്ടായിരുന്നു ഈ പേപ്പർ ഒന്ന് ടഫ് ആക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ NTA ഈ ഒരു പേപ്പർ NTA നീറ്റ് എക്സാം ഏറ്റെടുത്തതിന് ശേഷം ഒരു വളരെ വലിയൊരു ചേഞ്ച് തന്നെ ഈ എക്സാമിന്റെ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് NTA നടത്തുന്ന എക്സാമിന്റെ മെജോറിറ്റി ഓഫ് പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിലും കംപ്ലീറ്റ് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ പേപ്പർ അത്ര തന്നെ ഈസി അല്ല ഒരിക്കലും. മുമ്പുള്ള നീറ്റ് എക്സാമിന്റെ പേപ്പറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള നീറ്റ് എക്സാം ബയോളജി പേപ്പർ കംപ്ലീറ്റ് NCERT ബേസ്ഡ് ആണെങ്കിൽ പോലും പക്ഷെ പേപ്പർ ഒരിക്കലും ഈസി അല്ല. കാരണം ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസോ മാത്രമല്ല ഇപ്പൊ ചോദിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ഓഫ് നീറ്റ് ബയോളജി പേപ്പറിൽ വരുന്ന അധിക ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഏകദേശം 4-5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ആ ഓരോ സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയി NCERT തറോ ആയി പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയൂ. ആ ഒരു തരത്തിലേക്ക് നീറ്റിന്റെ പാറ്റേണും ട്രെൻഡും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ നീറ്റ് ബയോളജി പേപ്പറിന്റെ പാറ്റേണിൽ ഇങ്ങനെ വലിയൊരു ചേഞ്ച് വന്നപ്പോൾ, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡിലേക്ക് ചേഞ്ച് ആയപ്പോൾ ഒരു വളരെ വലിയ ശതമാനം വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പേപ്പർ അവർക്ക് വളരെ ലെങ്തി ആയി പോകുന്നു. ഒരു പ്രിസ്ക്രൈബ് ടൈമിൽ അവർക്ക് ഈ ഒരു പേപ്പർ ഫിനിഷ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി പേപ്പറിനേക്കാൾ കൂടുതൽ ലെങ്തി ആയി മാറിയത് ബയോളജി പേപ്പർ ആയിരുന്നു. അതായത് അത്രയും ലെങ്തി ആയി പോകുന്നു. ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചെടുക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം, ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് നോക്കണം, ഏതെല്ലാം റോങ് ആണ്, അതിനനുസരിച്ച് വീണ്ടും ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുക്കുന്നു എന്നൊരു വളരെ വലിയൊരു വെല്ലുവിളിയുടെ മുമ്പിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ഈ മാറി വന്ന നീറ്റ് ബയോളജി പേപ്പറിന്റെ ട്രെൻഡിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന ഇയേഴ്സിലും നമുക്ക് എന്ത് തരത്തിലുള്ള ചേഞ്ച് ആണ്, എന്ത് തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ആണ് നമ്മുടെ ബയോളജി പ്രിപ്പറേഷനിൽ വരുത്തേണ്ടത്? എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ 360 ഔട്ട് ഓഫ് 360 മാർക്ക് വാങ്ങാൻ കഴിയുക എന്നതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമുകളിൽ ബയോളജി പാർട്ടിൽ 360 ഔട്ട് ഓഫ് 360 മാർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബയോളജി പാർട്ടിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ വ്യക്തമാണ്. നിങ്ങൾ പഠിക്കേണ്ടത് വെറും NCERT മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ NCERTക്ക് പുറത്ത് വരാൻ ചാൻസ് ഇല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നീറ്റ് എക്സാമിന്റെ മാറി വരുന്ന ആ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി, ഇപ്പോൾ വളരെ റീസെന്റ് ആയി കഴിഞ്ഞ എക്സാമുകളിലായി നീറ്റ് എക്സാമിൽ ബയോളജിയിൽ ചോദിച്ചത് കംപ്ലീറ്റ് NCERT ബേസ്ഡ് മാത്രമേ ഉള്ളൂ. വളരെ അപൂർവമായി ചില ഓപ്ഷൻസിലൊക്കെ 1-2 NCERTക്ക് പുറത്തുള്ള 1-2 കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും ചോദിക്കാറുള്ളത് നീറ്റ് എക്സാമിന്റെ ബയോളജി പേപ്പറിന്റെ സെക്ഷൻ ബിയിലാണ്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ആ ഒരു സെക്ഷൻ ബിയിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആയി അല്ലെങ്കിൽ NCERTക്ക് പുറത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ NCERT ബേസ്ഡ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി, അതായത് കുറച്ചുകൂടി എക്സ്ട്രാ വായിച്ച് ഒരു കോൺഫിഡൻസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് കഴിഞ്ഞ ഏകദേശം ഒരു 10-15 വർഷം മുമ്പുള്ള ഫൈനൽ നീറ്റ് എക്സാമിന്റെ അല്ലെങ്കിൽ AIPMT കേരള നീറ്റ് എക്സാമിന്റെ പേപ്പറുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ
അതിൽ ഏതെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും NCERT ബേസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്ത് പോയാൽ തന്നെ, ഇനി ചോദിക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ടൈം അവർ അങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഔട്ട് ഓഫ് NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERTക്ക് പുറത്തുള്ളതാണ്, അത് എന്തുമാവാം. അതിനുവേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഏറ്റവും വളരെ വലിയ വിഡ്ഢിത്തം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി NCERT മാത്രം ഫോക്കസ്ഡ് ആയി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ പഠിക്കാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പഠിക്കേണ്ടത്, അത് NCERT മാത്രമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസിന് വേണ്ടി എക്സ്ട്രാ പഠിക്കണമെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ നീറ്റ് എക്സാമിന്റെ അല്ലെങ്കിൽ AIPMT എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കൂടി നിങ്ങൾക്ക് ഒന്ന് കവർ ചെയ്ത് പോവാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്, എങ്ങനെയാണ് നമ്മൾ NCERT പഠിക്കേണ്ടത്, എങ്ങനെയാണ് ബയോളജിക്ക് വേണ്ടി NCERT പഠിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു മെയിൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ. ആ കണ്ടന്റിന്റെ മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ആ ചാപ്റ്ററിന്റെ എൻഡിൽ ഒരു സമ്മറി ഉണ്ടായിരിക്കും. അതേപോലെ ഏതൊരു യൂണിറ്റിന് തുടക്കമാണെങ്കിലും ആ യൂണിറ്റിന് തുടക്കത്തിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ഓരോ യൂണിറ്റിന്റെയും ബിഗിനിങ്ങിൽ ഒരു സയന്റിസ്റ്റിന്റെ ഫോട്ടോഗ്രാഫും അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാട്ട് എവർ ഈസ് ഗിവൺ ഇൻ NCERT എന്താണോ ഉള്ളത് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ അത് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയി വെറുതെ വായിച്ചു പോകലല്ല. നമ്മളൊരു സബ്ജക്റ്റീവ് ലെവൽ എക്സാമിനല്ല പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ബോർഡ് എക്സാം അല്ല. ബോർഡ് എക്സാമും അതേപോലെ നീറ്റ് എക്സാമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിലബസ് എല്ലാം കംപ്ലീറ്റ്ലി സിമിലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും അതിന്റെ ഡെപ്തും അതിന്റെ ഡീറ്റെയിലിങ്ങും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. NCERTയിലെ ഒരു ലൈൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യു ഹാവ് ടു തിങ്ക് മോർ അബൌട്ട് ദാറ്റ് ലൈൻ. അതായത് നമ്മളൊരു ലൈനിനെ കുറിച്ച് ആ ലൈനിൽ നിന്ന് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് വരാം അതൊന്ന് അനലിറ്റിക്കലി സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ തന്നെ എത്ര കണ്ടന്റ് ഉണ്ട്, എത്ര ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ഏതെല്ലാം ഇയർ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയി ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായി ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 360 ഔട്ട് ഓഫ് 360 നിർബന്ധമായി കിട്ടും. അതിലൊരു ഡൗട്ട് നമുക്കില്ല. വേറെ ഒരു റെഫറൻസും നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ NCERT പഠിക്കുന്നത് ഈ രൂപത്തിൽ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് NCERTയിലെ ഈ ഒരു കണ്ടന്റ് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും ബയോളജി പേപ്പറിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ. മെജോറിറ്റി ഓഫ് എല്ലാ ഇയേഴ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്? പലപ്പോഴും അതിന്റെ ലേബലിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഡയഗ്രത്തെ ബേസ് ചെയ്ത് തിയറി ആക്കി ചോദിക്കാം. ആ ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് NCERTയിൽ വരുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കാം ചിലപ്പോൾ ചോദ്യം വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ഫ്ലോറൽ ഡയഗ്രാം കൊടുക്കാറുണ്ട്, അതിനെ ബേസ് ചെയ്ത് അതിന്റെ ഫാമിലി ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോറൽ ഫോമിൽ ചോദിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഒരു ഷുവർ ആണ് എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്? ഒരു 90% സ്റ്റുഡൻസും സ്വാഭാവികമായും ഒരു NCERT ഏതെങ്കിലും ഒരു ടോപ്പിക് വായിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്ത് വായിക്കുകയാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായി ഏത് ടോപ്പിക് ആവട്ടെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന NCERT ഡയഗ്രാം അറിയാതെ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകും. അതായത് പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടന്റ്, ആ തിയറി കണ്ടന്റ് ബേസ് ആയി മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവുകയും അറിയാതെ നമ്മൾ ആ ഒരു ഡയഗ്രാം സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ടെൻഡൻസി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിലും കാണാറുണ്ട്. ആ ഒരു തരത്തിൽ വെറുതെ ഒന്ന് നോക്കി ഡയഗ്രാം മാത്രം നോക്കി പോയത് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഞാൻ ചില എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊരു ആൽഗെ എന്നുള്ള ടോപ്പിക് വായിക്കുകയാണെങ്കിൽ, ആൽഗെ തിയറി മാത്രം പഠിച്ച് ജസ്റ്റ് ഡയഗ്രാം ഒക്കെ വെറുതെ നോക്കിപ്പോയി ഡയഗ്രത്തിന് വേണ്ടി മാത്രം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ NCERTയിൽ ഫ്യൂക്കസിന്റെ, അതായത് ബ്രൗൺ ആൽഗെ ഫ്യൂക്കസിന്റെ ഒരു ഡയഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചില ലേബലിംഗ്സ് ഉണ്ട്. എയർ ബ്ലാഡർ, മിഡ്രിബ് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ ഇതിന്റെ മുമ്പ് ആലോചിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ആ ഒരു ഫ്യൂക്കസിന്റെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മിഡ്രിബ് അതേപോലെ എയർ ബ്ലാഡർ ഒക്കെ ലേബൽ ചെയ്ത് കാണാൻ പറ്റും. ആക്ച്വലി NCERTയുടെ തിയറി പോർഷനിൽ എയർ ബ്ലാഡറോ മിഡ്രിബോ ഈ ഒരു ആൽഗൽ ടോപ്പിക്കിൽ കൊടുത്തില്ല. മിഡ്രിബ് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു ആൽഗയുടെ ബ്രൗൺ ആൽഗയുടെ ആ ടോപ്പിക്കിൽ നമുക്ക് ഒരിക്കലും ഈ എയർ ബ്ലാഡറോ മിഡ്രിബോ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ NCERTയുടെ കണ്ടന്റ് പാർട്ടിൽ മെൻഷൻ ചെയ്യാത്ത പല കാര്യങ്ങളും, പുതുതായ പല കാര്യങ്ങളും ലേബലിംഗിൽ ഉണ്ടായിരിക്കും. അതേപോലെ ബ്രയോഫൈറ്റ്സിലെ സ്ഫാഗ്നത്തിന്റെ ഡയഗ്രത്തിൽ ആർക്കിഗോണിയം ബ്രാഞ്ച്, ആന്തറേഡിയം ബ്രാഞ്ച്, അത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം അങ്ങനെ അതിനെക്കുറിച്ച്, സ്ഫാഗ്നത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ഡയഗ്രത്തിലുണ്ട്. അപ്പൊ അത് ഏതാണ് ആർക്കിഗോണിയൽ ബ്രാഞ്ച്, ആന്തറേഡിയൽ ബ്രാഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് വരാം. അതേപോലെ ജെമ്മ കപ്പ്, അത് മെയിൽ താലസിലാണോ ഫീമെയിൽ താലസിലാണോ, ആക്ച്വലി രണ്ടിലും കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതേപോലെ ടെറിഡോഫൈസിലെ ഇക്യുസീറ്റത്തിന്റെ
റൈസോം ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായും ശ്രദ്ധിക്കാതെ പോകുന്ന പല ലേബലിങ്ങുകളാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് NCERT ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആൽഗെ എന്നുള്ളൊരു ടോപ്പിക് വായിച്ചു കഴിഞ്ഞു, തിയറി എല്ലാം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ തീരുമാനിക്കണം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിമം 5 മിനിറ്റ്സ് ഇനി ഞാൻ ചെലവാക്കാൻ വേണ്ടി പോകുന്നത് ആ ആൽഗെ എന്നുള്ള ടോപ്പിക്കിലെ കംപ്ലീറ്റ് ഡയഗ്രത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഡയഗ്രത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു 5 മിനിറ്റ്സ് എന്ന് ആ രൂപത്തിൽ നിങ്ങൾ അതിന് വേണ്ടി ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഡയഗ്രാം പഠിക്കാനും അതിലെ ലേബലിങ്സ് ഒക്കെ ഒന്നുകൂടി നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മിച്ച് വെക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കൂല. അതല്ലാതെ തിയറി വായിക്കുന്നതിന്റെ ഇടയിലായി ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല ലേബലിങ്സും നമ്മുടെ മൈൻഡിൽ അങ്ങനെ രജിസ്റ്റേർഡ് ആവില്ല. പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് മാർക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിർബന്ധമായും ഓരോ ടോപ്പിക്കിന്റെയും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡയഗ്രാം മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പെർട്ടിക്കുലർ ടൈം ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡയഗ്രാംസ് നിർബന്ധമായും നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. ഈ രൂപത്തിൽ ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയി അതിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ സമ്മറി വരെ NCERT കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിലുള്ള ഇൻട്രൊഡക്ഷൻ വായിക്കുന്നു, മെയിൻ കണ്ടന്റ് പഠിച്ചിട്ടുണ്ട്, ഡയഗ്രാംസ് പഠിച്ചിട്ടുണ്ട്, എല്ലാ ലേബലിങ്സും ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഓരോ ടേബിളുകളും അറിയാം, അതിന്റെ സമ്മറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അതിന്റെ യൂണിറ്റ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് അറിയാം, സയന്റിസ്റ്റിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാം അറിയാം, എല്ലാ ഇയേഴ്സും നിർബന്ധമായിട്ടും വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ നീറ്റ് എക്സാമിൽ വരികയാണെങ്കിലും അതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആവട്ടെ, അതല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആവട്ടെ, അല്ലെങ്കിൽ മാത്സ് ഫോളോവിങ് ആവട്ടെ, അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആവട്ടെ, ഇയർ ബേസ്ഡ് ആവട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ഈസിയായി ആൻസർ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് വിതിൻ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് തന്നെ ഈ തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ നീറ്റ് എക്സാം ബയോളജി പേപ്പർ ഒരിക്കലും അതൊരു ലെങ്തി പേപ്പർ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. ഇതേപോലെ എല്ലാ വർഷവും നീറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. NCERT ബയോളജി പാർട്ടിൽ ഒരുപാട് ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഇയർ വേണമെങ്കിലും ചോദിക്കാം. ഓരോ വർഷവും നിർബന്ധമായ ഒരു ക്വസ്റ്റ്യൻ മെജോറിറ്റി ഓഫ് ഇയേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിൽ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കംപ്ലീറ്റ് മാർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഇയർ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഓരോ ചാപ്റ്ററിന്റെയും ഇയേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓരോ ചാപ്റ്ററിനും ഏതെല്ലാം ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേസിൽ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഇയേഴ്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കുക. ഒരു ചാപ്റ്ററിൽ എത്ര ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഡിസ്കവറീസ് വന്നിട്ടുണ്ട്, അതിനുവേണ്ടി മാത്രം ഓരോ ചാപ്റ്ററിനും ഇയർ ബേസ്ഡ് ആയി മാത്രം സ്പെസിഫിക് ആയി ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അത് ഒരുപാട് തവണ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒരിക്കലും മിസ്സാവാതെ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ടാസ്ക് നൽകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, NCERT ബയോളജി പാർട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ഇയർ NCERT ബയോളജി പാർട്ടിൽ 3 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇയർ ഏതാണെന്ന് ഞാൻ പറയാം. 1898 ആണ് ഇയർ. ഈ ഇയറിൽ സംഭവിച്ച 3 ഇവന്റുകൾ NCERT ബയോളജി പാർട്ടിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ഇവന്റുകൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ 1898 സംഭവിച്ച 3 ഇവന്റുകളിൽ 2 ഡിസ്കവറീസ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിറ്റിനകത്ത് തന്നെ ഈ 2 ഡിസ്കവറീസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രൂപത്തിൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ 2 ഇയേഴ്സും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഈ 1898 സംഭവിച്ച 3 ഇവന്റും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ 1 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തോ, എന്നാലും കുഴപ്പമില്ല. 2 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു 3 ഇവന്റും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണമാസാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിന്റെ പെർഫെക്റ്റ് വേയിൽ തന്നെയാണ് പോകുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ഓഫ് എ നീറ്റ് ആസ്പിറന്റ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 360 മാർക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലാണ് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനും NCERT റീഡിങ്ങും പോകുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്ലൂ കൂടി തരാം. ഈ 3 ഇവന്റും 1898 സംഭവിച്ച ഈ 3 ഇവന്റും മെൻഷൻ ചെയ്തിരിക്കുന്നത് ബയോളജിയുടെ ബോട്ടണി പാർട്ടിലാണ്, അതും ഫസ്റ്റ് ഇയറിലാണ്. ഈ 1898 സംഭവിച്ച നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വന്ന ഏതെങ്കിലും ഒരു ഇവന്റ്, അതെല്ലാം നിങ്ങൾക്ക് 3 ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റായി രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഏതെങ്കിലും വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതേപോലെയുള്ള നീറ്റ് റിലേറ്റഡ് വീഡിയോസിനും ബയോളജി പ്രിപ്പറേഷൻ ടിപ്സിനും വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.